ഹായ് എവറി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് തിരുത്തുന്ന സിനിമയുടെ കാസ്റ്റാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? മൂന്ന് പേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ പേര് സകൽ, പടിയൂരാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്. +1 പഠിക്കും. എൻ്റെ പേര് നിമിഷ, ഞാനൊരു വീട്ടമ്മയാണ്. പടിയൂരാണ് വീട്. എൻ്റെ പേര് ഹൃദ്യ, ഞാൻ +2 വിദ്യാർത്ഥിയാണ്. പടിയൂർ തന്നെ. അപ്പോൾ മൂന്നുപേരും പടിയൂരിൽ നിന്നാണ് നാട്ടിൽ നിന്ന് വരികയാണ്. അതിനൊരു വലിയ ഹൈലൈറ്റ് ആണ് അല്ലേ? അപ്പോൾ തിരുത്തുന്ന സിനിമയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ജോഷി ചേട്ടൻ്റെ ഒരു ആശയമായിരുന്നു ഇത്. അപ്പം ഒരു നാടിൻ്റെ മൊത്തം ഒരു സ്വപ്നമായ ഒരു സിനിമയാണ്. അപ്പം ജോഷി ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ആ ഒരു താല്പര്യത്തോടെയാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ക്യാരക്ടർ ജോഷി ചേട്ടൻ്റെ വൈഫായിട്ടാണ്. അന്നമ്മ എന്നാണ് പേര്. നല്ല ക്യാരക്ടറാണ്. നന്നായി അഭിനയിക്കാൻ പറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിയിൽ പോകുന്നു. ഹൃദ്യയുടെ ക്യാരക്ടർ ഒരു കരാട്ടെ ടീച്ചറായിട്ടാണ്. ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ് വെക്കേഷൻ മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ കരാട്ടയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ജോഷേട്ടൻ പറഞ്ഞു അങ്ങനെ ചെയ്തതാണ്. ഞാനൊരു സാധാരണ ഒരു പെൺകുട്ടിയായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഒരു നാടിൻ്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ കേട്ടപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ? ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു നാടിൻ്റെ മൊത്തം ഒരു സ്വപ്നമാണ്. കുറേ പുതിയ കലാകാരന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട് എല്ലാവർക്കും. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഒരു ഹൗസ് വൈഫും കൂടെയാണല്ലോ, അപ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ? പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായി പോയി. പിന്നെ സന്തോഷമുണ്ട് അഭിനയിക്കാൻ പറ്റിയതിലും. സിനിമയാകുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. ഒരു ബിഗ് സ്ക്രീനിൽ വരാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു വലിയൊരു ആഗ്രഹമല്ലേ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഹൃദയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എത്തിപ്പെട്ട ഒരു ക്യാരക്ടറും ഒരു സിനിമ അങ്ങനത്തെ ഒന്നും ഇതുവരെ ചിന്ത ആ ഒരു തരത്തിൽ പോയിട്ടില്ല. അപ്പോൾ ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഹൃദയനെങ്കിലും ചെറുപ്പം മുതലേ കരാട്ടെ പഠിക്കുക എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമയിൽ അവസരം കിട്ടുന്നതും കരാട്ടെ ടീച്ചറായിട്ട്, അപ്പോൾ ആ ഒരു കാസ്റ്റിങ് ഭയങ്കര സന്തോഷം തോന്നി. തീർച്ചയായിട്ടും ആപ്റ്റായിട്ട് ഒരു ക്യാരക്ടറിനെ കിട്ടിയെന്നുള്ളത്. കരാട്ടെ ആയതുകൊണ്ട് അത് പഠിച്ചതായതുകൊണ്ട് അഭിനയത്തിനേക്കാളും കൂടുതൽ കരാട്ടക്കാണ് എൻ്റെ ക്യാരക്ടറിന് പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ഒരു നിങ്ങളുടെ എല്ലാവരും ഫസ്റ്റ് മൂവിയല്ലേ? ലൈക്ക് അഭിനയം എന്നുള്ള രീതിയിലേക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലേ? ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എന്തൊക്കെ സ്ട്രഗിൾസ് ആയിരുന്നു ഒരു ക്യാരക്ടർ? ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടറിലൊക്കെ ആവണമെങ്കിലും ഇപ്പം ഹൃദ്യക്ക് എന്താണ്, ഓൾറെഡി അറിയുന്ന ഒരു കാര്യം തന്നെ ഹൃദ്യയുടെ ക്യാരക്ടർ. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എനിക്ക് പിന്നെ വീട്ടമ്മ എന്നൊരു റോളാണ് എനിക്ക് തന്നത്. അപ്പം പിന്നെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണോ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു സിമ്പിളായിട്ട് തോന്നി. പിന്നെ ജോഷിച്ചൻ ആദ്യം ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അന്നേരമൊക്കെ എനിക്ക് നല്ലൊരു പേടിയും വെപ്രാളവും ശരിയാവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി കൂളായിട്ട് ഉള്ളൊരു ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പം ജോഷി ചേട്ടൻ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ജോഷി ചേട്ടൻ നല്ലോണം സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ഒരു നല്ലൊരു രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റിയത്. അപ്പോൾ ഇപ്പം ഞാൻ പോസ്റ്ററിൽ ഞാൻ മറ്റേ കരാട്ടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള പോലെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹൃദ്യ ഈ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ കരാട്ടെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിലോട്ട് എങ്ങനെ വന്നത്? അത് ചെറുപ്പം തൊട്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കണം, ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ള അത് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു സമയത്ത് പഞ്ചായത്തിൻ്റെ ഒരു ഇതിൽ പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അത് കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും പിന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ കുറേ വർഷം. ഇപ്പം എത്രാമത്തെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടി? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതേപോലെ ഒരു മാർഷൽ ആർട്സ് പഠിക്കണം എന്നൊക്കെ? എന്നാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾ പൊതുവെ പറയല്ലോ ഡിഫൻസിന് നല്ലതാന്നൊക്കെ. ട്രൈ ചെയ്യുന്നുണ്ടോ? ചെയ്യാം, ഇനി ടൈം ഉണ്ടല്ലോ അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് മാർഷൽ ആർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസൊക്കെ വരാറുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് വിമന് ഡിഫെൻസാണ് മാർഷൽ ആർട്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? ഏറ്റവും കൂടുതൽ പറയാനും പറ്റുന്ന ഹൃദയൊക്കെയാണ്. തീർച്ചയായിട്ടും നല്ല ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഒരാളെ എതിർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്
വലിയൊരു കാര്യമല്ലേ, അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മനോധൈര്യം വേണം എന്ന് തോന്നിയിട്ടുണ്ടോ? അതേ, കോൺഫിഡൻസ് കിട്ടും ഒരു പരിധി വരെ. അപ്പോൾ ഇപ്പം നമ്മുടെ ഡയറക്ടേഴ്സിനോട് സംസാരിച്ചപ്പോഴും ആള് പറഞ്ഞത് ഒരു പുറത്തുനിന്നൊരു ഒരാളെയോ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഒന്നും അവരെടുത്തിട്ടില്ല, മുഴുവൻ ആ നാട് ബേസ് ചെയ്തിട്ട് ആൾക്കാരാണ്. അപ്പോൾ ഒരു കുടുംബം പോലെയായിരുന്നു ലൊക്കേഷനിലേക്ക് തോന്നിയിരുന്നത്. അതെ, എല്ലാവരും അറിയുന്നു, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു സിനിമ സെറ്റാണ്, നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഞങ്ങളൊരു കുടുംബത്തിൽ നമ്മൾ കളിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരാണെങ്കിലും സിനിമയിലോട്ട് അല്ലെങ്കിൽ സിനിമ അഭിനയിക്കാൻ വരുമ്പോൾ ഒരു വേറൊരു ഫീലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായ എന്തെങ്കിലും അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാമോ? അലിച്ചു പറയുന്നു. നമുക്കങ്ങനെ ഫീല് വന്നിട്ടില്ല, അങ്ങനെ സിനിമയാണെന്നുള്ളൊരു ഒരു കുടുംബം പോലെ ആയതുകൊണ്ട് നമുക്കൊരു സിനിമ സെറ്റാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഫീല് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു നോർമലൈസ്ഡ് ആയ ഒരു രീതിയിലായിരിക്കില്ലേ? ഓക്കെ. അപ്പം നിങ്ങളാണെങ്കിലും ഫസ്റ്റായിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, മുന്നേ പ്രിപ്പറേഷൻ ചെയ്യുന്നത്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളെ പോലെ ചിലപ്പോൾ ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കില്ല നിങ്ങൾക്ക് സിനിമയിൽ കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്നത്? ആരാദ്യം പറയുന്നത്? പറഞ്ഞു. ഇതിനെപ്പറ്റി ആദ്യം വലിയൊരു അറിവില്ലായിരുന്നു. നമ്മൾ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ ജോഷി ചേട്ടൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ നമുക്ക് ഡയറക്ഷൻ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതിനനുസരിച്ചാണ് ചെയ്തത്. ടെൻഷൻ ഉണ്ടായിരുന്നോ ഞാൻ തെറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെ ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ജോഷി ചേട്ടനും ഒപ്പം ഉള്ളവരൊക്കെ ഭയങ്കര കൂളായിട്ട് സപ്പോർട്ട് ചെയ്തു. അതായിരുന്നു ഭയങ്കര ഒരു സംഭവം. എങ്ങനെയാണ് ചേച്ചി എന്തൊക്കെ ചെയ്തു പ്രിപ്പറേഷൻ? പിന്നെ പ്രിപ്പറേഷൻ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, അറിയുന്നത് പോലെ ചെയ്യാം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് വരുന്നത്. നമ്മളൊന്ന് ആദ്യമായിട്ടാണല്ലോ അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ജോഷി ചേട്ടാന്നാണ് വിളിക്കുന്നത്. ഡയറക്ഷൻ ആ ഒരു ഇതിലല്ലേ ഞങ്ങൾ കാണുന്നത്. അപ്പം ആ ഒരു ഇതിൽ നല്ലൊരു കൂളായിട്ടുള്ളൊരു ഫ്രണ്ട്ലി ഒരു ഇതാണ്, സിറ്റുവേഷനാണ് ഞങ്ങൾക്ക്. അപ്പം എന്താ പറയുക, അങ്ങനെ നല്ലൊരു പേടി എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഓൾറെഡി മുന്നേ ചെയ്തിട്ടും അന്നേരമൊക്കെ ഉള്ളൊരു പേടിയല്ലാണ്ട് പിന്നെ ചെയ്തപ്പം പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഹൃദയിക്കാണെങ്കിലോ, ഇപ്പോൾ നമ്മൾ നോർമലി കരാട്ടെ പഠിക്കുന്ന പോലെ അല്ലല്ലോ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പൊ എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്? കുറച്ച് ഡയലോഗ്സ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അത് പറഞ്ഞു നോക്കി. പിന്നെ ബാക്കി എല്ലാം ആ സമയത്ത് തന്നെ പറഞ്ഞു ചെയ്ത് കറക്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുക, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം അഭിനയിക്കുന്ന ഒരു കാര്യമാണല്ലോ. ചേച്ചിക്കല്ലാണ്ട് ബാക്കി രണ്ടൊരു ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിനിമ എന്ന് പറയുന്നത് അത്രയും ആഗ്രഹത്തോടെ നിങ്ങൾ ഇതിലോട്ട് വന്നതാണോ, അത് ഇനിയും ചെയ്യണം ഞങ്ങൾക്ക് എന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, ഇഷ്ടത്തോടെ വന്നതാ. ഹൃദയിക്കോ? ഞാനങ്ങനെ സിനിമ അങ്ങനെ ഒരു ആഗ്രഹമായിട്ടൊന്നും കണ്ടിട്ടില്ല, ഇതിങ്ങനെ വന്നപ്പോൾ ചെയ്തു. ചേച്ചിക്കോ ഇനിയും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വന്ന് കാണുക, കുടുംബസമേതം വന്ന് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സന്തോഷമായിരിക്കുന്നു. നിങ്ങൾക്കോ എന്താ പറയുന്നത്? എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു നാടിൻ്റെ മൊത്തം സ്വപ്നമാണ്. കുറേ പുതിയ കലാകാരന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കും. ഒരു മെസ്സേജുള്ള സിനിമയാണ്, അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.